ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിവിടെ ഒറീസയിൽ ഭദ്രക് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ്. ആ ടൗണിലും ഒരു കുഗ്രാമം, രാധാ മദൻമോഹൻജി ക്ഷേത്രമുള്ള ഒരു കുഗ്രാമത്തിലാണ് ഉള്ളത്. ചൈതന്യ മഹാപ്രഭു തൻ്റെ പര്യടന സമയത്ത് 5 ദിവസം ഈ മദൻമോഹൻ ക്ഷേത്രത്തിൽ, ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറകെയുള്ള ഈ മുറിയിലാണ് ചൈതന്യ മഹാപ്രഭു 5 ദിവസം താമസിച്ചിരുന്നത്. താഴെ മഹാപ്രഭു ഉപയോഗിച്ച കല്ലുകൊണ്ടുള്ള പാത്രങ്ങൾ കാണാൻ പറ്റും. 5 ദിവസം മഹാപ്രഭു ഇവിടെ താമസിച്ചതിന് ശേഷം മഹാപ്രഭു ഉപയോഗിച്ച ഷാൾ മഹാപ്രഭു ഇവിടുത്തെ പൂജാരിക്ക് സമ്മാനമായി കൊടുത്തിട്ട് പോയി. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ചൈതന്യ മഹാപ്രഭുയുടെ ഷാള് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വർഷത്തിൽ ഒരു ദിവസമാണ് അവരത് പൊതുദർശനത്തിനായിട്ട് എടുക്കുക. ഭദ്രക് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പണ്ട് നവദ്വീപിലിരുന്ന് ജഗന്നാഥ്പുരിയിലേക്ക് ആൾക്കാർ വരുമ്പോൾ ഒരു പ്രധാന സ്ഥലമാണ് ഭദ്രക് എന്ന് പറയുന്നത്. ഇവിടുത്തെ നദിയിൽ മഹാപ്രഭു ചെന്ന് സ്നാനം ചെയ്യുകയും മഹാപ്രഭുവിന് യമുനയുടെ ഓർമ്മ വരികയും ആ നദിക്ക് കാളിന്തി എന്ന് പേരിടുകയും ചെയ്തു. പിന്നീട് കാലക്രമേണ കാളിന്തി എന്നുള്ള ഈ നദി സാലിന്തി എന്ന് പേർ മാറി. ഈ ഭദ്രക്കിൽ മഹാപ്രഭു ഉണ്ടായിരുന്ന 5 ദിവസത്തിൽ വലിയ ഒരു പ്രഭാവം സംഭവിച്ചു. മഹാപ്രഭുയുടെ ഭാവം കൊണ്ട് ഈ ഭദ്രക്കിൽ അനേകം ആൾക്കാർ കൃഷ്ണഭക്തരായി മാറി. ഇന്നും ഈ ഗ്രാമത്തിൽ ഒരുപാട് കൃഷ്ണക്ഷേത്രങ്ങളുണ്ട്. പൂർവികരായ പഴയ ആൾക്കാർ കൃഷ്ണനാമവും ജപിച്ച് നടത്തിക്കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ഭക്തിവിനോദ് ഠാക്കൂർ ഈ ഭദ്രക് നാട്ടിൽ സ്കൂളിൽ ഹെഡ്മാഷായിട്ട് അനേകം വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്തിവിനോദ് ഠാക്കൂർ നിരന്തരം വന്ന് സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രവും കൂടെയാണ് ഈ മദനമോഹൻ ക്ഷേത്രം എന്ന് പറയുന്നത്. 1977 ഇസ്കോൺ പ്രസ്ഥാനത്തിന് അവസാനമായി പ്രഭുപാദർ ഉണ്ടായിരുന്നപ്പോൾ അവസാനമായി കിട്ടിയ ഭൂമിദാനവും ഭദ്രക്കിലാണ്. ഇന്ന് ഭദ്രക്കിൽ ഒരു മനോഹരമായ ഒരു ക്ഷേത്രം, ഇസ്കോണിൻ്റെ ക്ഷേത്രമുണ്ട്. ഞങ്ങൾ അവിടെയും കൂടെ സന്ദർശനം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഇനിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പരമപൂജ്യ ജയപതാക സ്വാമികൾ 1979 ആദ്യമായി ശിഷ്യന്മാർക്ക് ദീക്ഷ കൊടുത്തതും ഈ ഭദ്രക്കിൽ വെച്ചാണ്. മാത്രമല്ല, ഇവിടെ ഇരുന്ന് ഒരു 10-30 മൈൽ അകലെ പോയി കഴിഞ്ഞാൽ സാർവഭൗമ ഭട്ടാചാര്യരുടെ ജന്മസ്ഥാനവും ശ്യാമാനന്ദ പണ്ഡിറ്റിൻ്റെ പരമ്പരയിൽ വരുന്ന പ്രചാരകനായ റസികാനന്ദ പ്രഭുയുടെ സമാധി. റസികാനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയ്ക്ക് വരെ പ്രീച്ചിങ് ചെയ്ത് ആന ഗോവിന്ദ എന്ന് ജപിച്ച കഥ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സമാധിയും ക്ഷീരചോര ഗോപിനാഥ് രമുണ ക്ഷേത്രവും ഒക്കെ ഉള്ള വളരെ പ്രാചീനമായ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഭദ്രക്. ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്. ഹരേ കൃഷ്ണ.